ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ 125 വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ഒന്ന് നമുക്ക് സെൽഫ് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ സ്റ്റാർട്ട് ആവാനായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടിടയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വണ്ടി കയറ്റിയാണ് കേട്ടോ. അതേപോലെ ഓയിൽ ചേഞ്ചിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെൽഫ് സ്റ്റാർട്ട് നമുക്ക് വർക്കിംഗ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബാറ്ററിയുടെയാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ. കാരണം നമുക്കിതും ഇരിക്കുന്നത് 2021 മോഡൽ ബാറ്ററിയാണ്. 2021 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുമ്പോൾ 11 വോൾട്ടൊക്കെയാണ് നൈസ്. നമ്മളിപ്പോൾ ചാർജ് ചെയ്തിട്ടും ഇട്ടിട്ട് ഇറങ്ങി പോകണമെങ്കിൽ കാണണം കേട്ടോ. ചാർജ് പിടിപ്പിക്കുന്ന ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളൊന്ന് ബാറ്ററി ടെസ്റ്റിലേക്ക് ഇട്ട് തുടങ്ങാണ്. കാരണം എന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ എന്നാലും ടെസ്റ്റ് അടിക്കുമ്പോൾ കംപ്ലൈൻറ്റ് കാണിക്കണം. വോൾട്ട് വന്നിരിക്കണുണ്ടോ 11.94. 12.5 വോൾട്ടിന് മുകളിലുണ്ടെങ്കിലാണ് കറക്റ്റ് നല്ലൊരു ഇതെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം അതിനോടനുബന്ധിച്ച് നമുക്ക് അതിൻ്റെ ആംബിയറും മാച്ചായി കിട്ടണം. ആംബിയറും ഉണ്ടെങ്കിലാണ് നമുക്ക് സെൽഫ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇതിപ്പോൾ ഓൾറെഡി ബാറ്ററി ഫെയിൽഡാണ്. ബാറ്ററി മാറ്റി വെച്ചാൽ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് റെഡി ആവുള്ളൂ. പിന്നെ നമ്മളത് സ്റ്റാർട്ടിങ്ങിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് പ്ലഗിൻ്റെ ഭാഗമൊക്കെ ഒന്ന് അഴിച്ചു നോക്കുമ്പോൾ പ്ലഗ് നമുക്ക് അഴിച്ചു നോക്കുമ്പോൾ ഈ ചെറുതായിട്ടൊരു ഷോർട്ടിങ്, ഒരു യെല്ലോ ഷെയ്ഡിലാണ് അതിൻ്റെ ഫയറിങ് നടക്കുക. അപ്പോൾ ചെറിയൊരു ഷോർട്ടിങ് ഉണ്ടെന്നാണ് അതിന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ പ്ലഗ് നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കാർബറേറ്റർ കൂടി ഒന്ന് അഴിച്ചിട്ട് അതിൻ്റെ ഈ സ്ലോജറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഐഡലിംഗ് ഒന്നും കറക്റ്റായിട്ട് നിൽക്കണില്ല. അതിൻ്റെ 2 കാരണമുണ്ട്. ഒന്ന് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് സ്ലോജറ്റ് കംപ്ലയിൻറ്റ് വരുമ്പോഴൊക്കെ അതുകൊണ്ട് വരും. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഹെഡിനകത്ത് കാർബണിൻ്റെ കരി കൂടിയാലും വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഹെഡിലെ കരി തന്നെ എൻ്റെ മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ സർവീസിൻ്റെ ടൈമിങ്ങിലുള്ളൊരു പ്രോബ്ലമാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനം നല്ല ഇന്ധനമല്ല, ക്വാളിറ്റി ഉള്ള ഇന്ധനം അല്ലെങ്കിലും ഓൾറെഡി കാർബൺ കണ്ടൻറ്റ് കൂടും അതിനകത്ത്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നസ് പറഞ്ഞിട്ടുണ്ട്, ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത്, ബ്രേക്ക് അഡ്ജസ്റ്റിങ് മാക്സിമത്തിൽ കിടക്കുന്നതുണ്ടോ. പരമാവധിയും ഇപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇൻഡിക്കേഷനിലേക്ക് എത്തി. അപ്പോൾ ബ്രേക്ക് ലൈനർ മാറ്റിയിട്ടാലാണ് ആ ബ്രേക്കിൻ്റെ കേസ് കറക്റ്റ് ആവുള്ളൂ. അതേപോലെ ബാക്ക് ടയറൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണ്ട. ബാക്ക് ടയർ ഫുള്ള് തീർന്ന് നിൽക്കണേ. ഈ സൈഡിലെ ഗ്രൂ നോക്കണ്ട, ഇതിൻ്റെ ഇൻഡിക്കേഷനാണ് ഈ കിടക്കണേ. TWI എന്ന് പറഞ്ഞ് കിടക്കണുണ്ടോ, ടയർ വെയർ ഇൻഡിക്കേഷൻ എന്ന് പറയും. അത് സെൻറ്ററിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ലൈൻ ഉണ്ടാവും. ആ ലൈനിൽ ഒരു കട്ട് ചെയ്യണം. അപ്പോൾ ലൈനും ഇല്ല, കട്ടയില്ല, മൊത്തം പോയേക്കാണോ, ഫുള്ള് തേഞ്ഞ് തീർന്നേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാളിച്ചയും കാണിക്കും വണ്ടിക്ക് കേട്ടോ. അപ്പോൾ ഇടുമ്പോൾ നമുക്ക് ഈ മോഡൽ തന്നെ ടയർ ഇട്ടാൽ മതി. അതായത് ഒന്നോലെ സാപ്പറിൻ്റെ, അത് ഏത് ബ്രാൻഡായാലും, ഇപ്പോൾ MRF അപ്പോളോ ഏത് ഇട്ടാലും ഡിസൈൻ ഇത് നോക്കിയെടുക്കണേ. ഈ ഡിസൈൻ ഇടണം കേട്ടോ. ഒരുപാട് കട്ടയുള്ളത് മേടിച്ചിടരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി പാളിച്ചും ആ തുടക്കം ഇടുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. കാരണം കമ്പനി വന്ന മോഡൽ യൂസ് ചെയ്യണമെന്ന് ഏറ്റവും ബെറ്റർ കേട്ടോ. ഇപ്പം നിലവിൽ നമുക്ക് ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റണമുണ്ട്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ, കാർബറേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണമുണ്ട്. അതേപോലെ ബാറ്ററി. ഇത്രയും കേസാണ് നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ചെയ്യേണ്ടി വന്നത്. ആ പ്ലഗും മാറണം കേട്ടോ. ഇത്രയും കേസ് ചെയ്യണതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തോ കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ. കാരണം റിപ്ലൈ കിട്ടിയാൽ നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.